ഞാൻ ഒരു കാര്യം കൂടെ സഖാക്കളോട് ചോദിക്കട്ടെ. നിങ്ങൾ ഏറ്റവും സമീപകാലത്ത് കൊട്ടിഘോഷിച്ച പദ്ധതിയല്ലേ വിഴിഞ്ഞം? ഇന്ന് മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നുണ്ട് കോഴിക്കോട്. ആ വിഴിഞ്ഞം ഉണ്ടായത് എങ്ങനെ നമുക്കറിയാം. 1993 ഈ കണ്ണൂരിന്റെ ധീരനായ രാഷ്ട്രീയക്കാരൻ MVR കേരളത്തിലെ തുറമുഖ മന്ത്രിയായി കരുണാകരന്റെ മന്ത്രിസഭയിൽ നിൽക്കുമ്പോഴാണ് കേരളത്തിന്റെ നിയമസഭയിൽ ആദ്യമായി വിഴിഞ്ഞം എന്ന ഒരു പേര് കേൾക്കുന്നത്, അവരുടെ പദ്ധതി പ്രഖ്യാപിക്കുന്നത്. 2011 ഞാനൊക്കെ അന്ന് നിയമസഭയിലുണ്ട്. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് വരുന്നു. ആ മനുഷ്യനുള്ള ഒരു അപാരമായ ഒരു ഉത്തരവാദിത്ത നിർവഹണമുണ്ട്. അതിന്റെ പിറകിൽ കൂടും. ഉമ്മൻചാണ്ടി പറഞ്ഞു വിഴിഞ്ഞം കൊണ്ടുവരാൻ പോവാണ്. 4000 പേജുള്ള എൻവയോൺമെന്റൽ സ്റ്റഡി ഉണ്ടാക്കി, പാരിസ്ഥിതിക പഠനമുണ്ടാക്കി, സെൻട്രൽ ഗവൺമെന്റ് സബ്മിറ്റ് ചെയ്തു. ഒരു പോർട്ട് ഉണ്ടാക്കാൻ ഏറ്റവും വലിയ ഉത്തരവ് എന്ന് പറയുന്നത് പാരിസ്ഥിതിക ഉത്തരവാണ്. കാരണം പോർട്ടില് എനിക്കറിയാം, ഞാൻ അഴീക്കോട് MLA ആയിരുന്ന ആൾ എന്ന നിലക്ക് ഒരു പോർട്ടിൽ ഉണ്ടാക്കുന്ന ബ്രേക്ക് വാട്ടർ വരെ മത്സ്യത്തൊഴിലാളിയെ ബാധിക്കും, പരിസരത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പിന്നെയാണോ ഒരു പോർട്ട് വരുമ്പോൾ? അതുകൊണ്ട് 4000 പേജുള്ള ഒരു എൻവയോൺമെന്റൽ സ്റ്റഡി ഉണ്ടാക്കി സെൻട്രൽ ഗവൺമെന്റ് സമർപ്പിച്ചു. UPA ഗവൺമെന്റ് അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ നിരന്തരമായ പരിശ്രമം കൊണ്ട് ആദ്യം ഉടക്കി നിന്ന ജയറാം രമേശ് രണ്ടാമത് അനുമതി കൊടുത്തു. ആ അനുമതിയുടെ ഭാഗമായി ഈ പദ്ധതിയിൽ തറക്കല്ലിട്ടു ഉമ്മൻചാണ്ടി. എന്നിട്ട് ഈ പദ്ധതി ആരും ഏറ്റെടുക്കാൻ പറ്റുന്നില്ല, അദാനിയെ ഏൽപ്പിച്ചു. അന്ന് മതം പൊട്ടി ഇറങ്ങി പിണറായി വിജയൻ. അദാനി ഗവൺമെന്റും തമ്മിലുള്ള 6000 കോടിയുടെ അഴിമതി എന്ന് ഇയാളുടെ ഈ വൃത്തികെട്ട നാവ് വെച്ച് അയാൾ പ്രസംഗിച്ചു. ഉമ്മൻചാണ്ടിയെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അയാൾ? ഒന്ന് കേട്ടു നോക്കങ്ങള്. എന്തെല്ലാം പറഞ്ഞു? അതേ അദാനിയുടെ കുപ്പായം ഇട്ടിട്ട്, അദാനിയുടെ കോട്ടിട്ടിട്ട് പിണറായി വിജയൻ മാത്രല്ല, അയാളുടെ ഭാര്യ, അയാളുടെ മകള്, അയാളുടെ പേരക്കുട്ടി അദാനി എന്ന് നെഞ്ചത്തെഴുതി വെച്ച കോട്ടിട്ടിട്ട് നിങ്ങൾ അവിടെ ഇരുത്തിയത് ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനോട് ചെയ്ത പാതകത്തിന്റെ ഫലമാണ്. സഖാക്കൾ ഓർത്തു വെച്ചോ? അതിന്റെ പാതകത്തിന്റെ ഫലമാണ്. അവിടെ നിർത്തി. എന്നിട്ട് അങ്ങനെ കൊണ്ടുവന്ന ഒരു പദ്ധതി. എന്റെ ചോദ്യം വിശദീകരിച്ചുള്ള ചോദ്യമല്ല, ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ അതിനകത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്, വാസവന്റെ പ്രസംഗം. ഈ പദ്ധതി സ്റ്റേറ്റ് ഗവൺമെന്റിൻ്റെതാണ്, അദാനിയുമായി ചേർന്നാണ്. ഞങ്ങൾ ബായിയാണ്, ഞങ്ങൾ പാർട്ട്ണർമാരാണ്. രണ്ടാമത് പ്രസംഗിച്ച മുഖ്യമന്ത്രി വ്യംഗ്യധരേണ പറഞ്ഞു, എന്ത്? ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും വഹിക്കുന്നത് കേരളമാണ്. അന്ന് വൈകുന്നേരം തിരുവനന്തപുരത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി MV ഗോവിന്ദൻ പത്രക്കാരെ വിളിച്ചു പറഞ്ഞു, ഇതിന്റെ മുഴുവൻ പണവും കൊടുക്കുന്നത് ഞങ്ങളാണ്. ആണോ? പിന്നെ എന്തിനാണ് ആ വേദിയിൽ ഈ മോഡിയെ കയറ്റിയിരുത്തിയത്? ഒന്ന് ഉത്തരം പറഞ്ഞേ, എന്തിനാണ്? ഞാൻ ചോദിക്കട്ടെ, ഞാനൊരു 10 കൊല്ലം MLA ആയ ആളാണ്. ഇതിന്റെ പ്രോട്ടോകോളൊക്കെ എനിക്കറിയാം. ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് പണം മുടക്കിയ പോർട്ട് ഉദ്ഘാടനം ചെയ്യാൻ സെൻട്രൽ മിനിസ്റ്റർ എന്തിനു വരണം? പിന്നല്ലേ പ്രധാനമന്ത്രി? സെൻട്രൽ മിനിസ്റ്റർ പോലും വേണ്ട. മനസ്സിലായോ നിങ്ങള്? ഇതിന്റെ പാരിസ്ഥിതിക അനുമതി കൊടുത്തത് UPA ഗവൺമെന്റ് ആണ്, ജയറാം രമേശ് ആണ്. ഇതിന് പണം മുടക്കിയത് കേരള ഗവൺമെന്റ് ആണ്. പിന്നെ മോദിക്ക് എന്ത് കാര്യം? എന്നിട്ട് മോദിയെ വിളിച്ചു കൊണ്ടുവന്ന് അവിടെ ഇരുത്തി തന്റെ മകളുടെ കേസിന്റെ പേരിൽ നിന്ന് രക്ഷപ്പെടാൻ പിണറായി വിജയൻ കളിച്ച ഒരു നാടകമുണ്ട്. ആ നാടകത്തിലെ ഫലം ഞാൻ സഖാക്കളോട് ചോദിക്കട്ടെ. ഇത് പശ്ചിമ ബംഗാളിലാണെങ്കിൽ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പരിപാടിക്ക് മമതാ ബാനർജി നരേന്ദ്രമോദിയെയോ അമിത്ഷയെയോ വിളിക്കോന്നല്ല, അവരെ നാട്ടിന്റെ ഏഴകലെ തടിപ്പിക്കോ. മമതയെ വിടെ തൊട്ടടുത്ത് തമിഴ്നാട്, അവിടെ ഒരു മുഖ്യമന്ത്രിയുണ്ട് സ്റ്റാലിൻ. ആ സ്റ്റാലിൻ തൂത്തുക്കുടിയിലെ പോർട്ട് ഇതുപോലെ വികസിപ്പിച്ചാൽ അതിന്റെ ഉദ്ഘാടനത്തിന് നരേന്ദ്രമോദിയെ വിളിക്കോ? ഇനി അങ്ങനെ വിളിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെ വിളിച്ചപ്പോ തമിഴ്നാട്ടിലെ BJPയുടെ പ്രസിഡന്റ് സ്റ്റേജിൽ കയറിയിരിക്കുകയാണ്. അപ്പോ സ്റ്റാലിന്റെ മകൻ ദയാനിധി സ്റ്റാലിൻ താഴെ ഇരുന്നിട്ട് ഇങ്ങനെ കരയാണ്. എന്തിനാ BJPന്റെ പ്രസിഡന്റിനെ വിളിച്ചത്? അങ്ങനെ കരയോ? താഴെ ഇരുന്ന് മോങ്ങിയ റിയാസിനോടാണ് ചോദിക്കുന്നത്, അങ്ങനെ ചെയ്യുമോ ഈ പറയുന്ന ദയാനിധി സ്റ്റാലിൻ? അങ്ങനെ പറയുമോ? അങ്ങനെ പ്രധാനമന്ത്രിയെ വിളിക്കുമോ ഈ പറയുന്ന മുഖ്യമന്ത്രി സ്റ്റാലിൻ? അപ്പൊ എന്താ നാടകം എന്നറിയങ്ങള്? വിളിക്കൽ ആവശ്യമില്ലാത്ത പ്രധാനമന്ത്രിയെ വേദിയിൽ വിളിച്ചു വരുത്തിയിരിക്കുന്നത് ആരാണ്? പിണറായി വിജയനാണ്. എന്തിനാണ്? മോളെ രക്ഷിക്കാനാണ്. താഴെ ഇരുന്ന് ഈ മോളുടെ ഭർത്താവ് റിയാസ് മോങ്ങുന്നത് എന്തിനാണ്? സഖാക്കളുടെ വോട്ട് കിട്ടാനും നാട്ടുകാരെ പറ്റിക്കാനുമാണ്. 2 തരത്തിലുള്ള പറ്റിക്കലാണ്. വേദിയിൽ മോദിയെ പറ്റിക്കുന്നു,
താടെ റിയാസ് നാട്ടുകാരെ പറ്റിക്കണു ഒരേപോലെ. എന്നിട്ട് റിയാസ് ചോദിക്കാൻ ഈ പറയുന്ന BJPയുടെ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനെ ആരാ വിളിച്ചത്? വീട്ടിൽ പോയിട്ട് അമ്മോഷനോട് ചോദിക്കണോ? ഞങ്ങളാ വിളിച്ചത്, പത്രക്കാരാ വിളിച്ചത്. നിങ്ങൾ പറയുന്നത് കേന്ദ്രം കൊടുത്ത ലിസ്റ്റ് ആണെന്നല്ലേ? ശുദ്ധ കളവല്ലേ? കേന്ദ്രം കൊടുത്ത ലിസ്റ്റ് അല്ല. വാസവന്റെ പത്രസമ്മേളനം എന്റെ കയ്യിലുണ്ട്. ഈ വാസവൻ ലിസ്റ്റ് വായിക്കാം. പത്രക്കാർ ചോദിച്ചു, പ്രതിപക്ഷ നേതാവിനെ വിളിച്ചിരുന്നോ? ഒന്നാമത് ഈ മന്ത്രിമാര് നല്ലൊരു ശതമാനവും അന്തംഗമ്മികളാണ്, നിങ്ങൾക്ക് അറിയാലോ. വാസവന് പത്രക്കാരുടെ ചോദ്യം മനസ്സിലായില്ല. അയാൾ ലിസ്റ്റും എടുത്തു. ആ സാധു ഇരുന്ന് വായിക്കാണ്. 1 2 3 4 7 രാജീവ് ചന്ദ്രശേഖരൻ. ഈ രാജീവ് ചന്ദ്രശേഖരൻ നിങ്ങൾ അങ്ങോട്ട് കൊടുത്ത ലിസ്റ്റാണ്. ഇനി സെൻട്രൽ ഗവൺമെന്റ് ഇങ്ങോട്ടൊരു ലിസ്റ്റ് തന്നു വെക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തിരിച്ചൊരു ലിസ്റ്റ് കൊടുക്കണം. കാരണം ഒരു ഭരണഘടനാ പദവിയില്ലാത്ത രാജീവ് ചന്ദ്രശേഖരനെ വിളിക്കുന്നുവെങ്കിൽ നമുക്ക് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദനെ വിളിക്കണ്ടേ? നമുക്ക് KPCCയുടെ പ്രസിഡന്റ്, ആ പ്രസിഡന്റിനെ വിളിക്കണ്ടേ എന്ന് തിരിച്ചൊരു കത്ത് നിങ്ങൾ കൊടുത്തില്ല. എന്നിട്ട് രാജീവ് ചന്ദ്രശേഖരനാണെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഭീമൻ രഘുവിനെ മിസ് ചെയ്യുന്നില്ല. കുറച്ചു കാലമായിട്ട് ഭീമൻ രഘു നിന്ന മാതിരി നിപ്പാണ്. ആ സ്റ്റേജ് കയറിയിട്ട് ഒരു കാലത്തും ഈ BJP രക്ഷപ്പെട്ടില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു അത്.